അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി MK റാമിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യും. 2 ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം. റാമിനെ കോടതി വിട്ടയച്ചത് നടപടിക്രമങ്ങളിലെ വീഴ്ചയെ തുടർന്നാണ് ആരോപണം. ഏറെ പ്രമാദമായ ഒരു കേസിൽ ആ കേസിലെ തന്നെ ഒന്നാം പ്രതിയെ പിടികൂടുന്നതിൽ ക്രൈംബ്രാഞ്ചിന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് വേണം ഇന്നലത്തെ സംഭവം വിരൽ ചൂണ്ടുന്നത്. അതായത് റാമിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ ഒന്നും പാലിക്കാതെയാണ് അറസ്റ്റ് എന്ന അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതോടുകൂടി കോടതി ഇയാളെ വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് അതേ കോടതി വളപ്പിൽ നടന്നത് നാടകീയമായ രംഗങ്ങളാണ്. റാമിനെ വീണ്ടും ക്രൈംബ്രാഞ്ച് സംഘം കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് 2 ദിവസത്തിനുള്ളിൽ ഹാജരാകണമെന്ന നോട്ടീസ് നൽകി വിട്ടയക്കുന്ന സാഹചര്യമാണ്. ഏതായാലും ഈ കേസിൽ റാം ഒന്നാം പ്രതിയാണ്. 3 മാസത്തിലധികം കാലം ഒളിവിൽ കഴിഞ്ഞ ഒരു പ്രതിയാണ്. ആ പ്രതിയെ പിടികൂടുന്നതിലാണ് ഇത്തരത്തിൽ വലിയ ഒരു വീഴ്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇന്നലെയാണ് കുടകിൽ നിന്നും റാമിനെ അറസ്റ്റ് ചെയ്യുന്നത്. റാമിനെ പിടികൂടുമ്പോൾ അദ്ദേഹം വേഷം മാറി താടിയൊക്കെ വെച്ച് ആളെ മനസ്സിലാക്കാത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ക്രൈംബ്രാഞ്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് പിന്നീട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ പ്രധാനമായും എന്തിനാണ് ഈ അറസ്റ്റ് ചെയ്തത്, റാമിനെതിരെയുള്ള കുറ്റങ്ങൾ എന്തൊക്കെ എന്ന കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്ന് അഭിഭാഷകൻ ഈ മജിസ്ട്രേറ്റിനെ അറിയിക്കുകയായിരുന്നു. പിന്നീട് മജിസ്ട്രേറ്റ് ഇയാളെ ആ ഒരു കാരണം കൊണ്ട് വിട്ടേക്കുന്ന സാഹചര്യമാണ്. ഏതായാലും നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി, ആ പ്രതിയാണിപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത് ജാമ്യത്തിലല്ല, കോടതി വിട്ടയക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ചിന് ഈ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ 2 ദിവസത്തിനകം ഈ റാം ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരാകും. വീണ്ടും മൊഴി രേഖപ്പെടുത്തേണ്ടി വരും, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഇനി ഹാജരാക്കുക. ഏതായാലും ഈ സംഭവത്തിൽ ക്രൈംബ്രാഞ്ചിനെതിരെ വലിയ പ്രതിഷേധം ഈ കുടുംബം ഉയർത്തുന്നുണ്ട്. നേരത്തെ തന്നെ ലോക്കൽ പോലീസ് ഇത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, അങ്ങനെ ഈ കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം നടന്നിരുന്നു. അതിനെതിരെ കുടുംബം വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതോടുകൂടിയാണ് ഈ അന്വേഷണം ഏപ്രിൽ 30-ന് ക്രൈംബ്രാഞ്ച് സംഘത്തെ ഏൽപ്പിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം ആന്ധ്രയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെയായി തെരച്ചിൽ നടത്തിയെങ്കിലും റാമിനെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടകിൽ നിന്നാണ് റാമിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ആ കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് സുപ്രീം കോടതിയുടെ ഒരു നടപടിക്രമങ്ങളും പാലിച്ചില്ല എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും ഇത് ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടായ ഒരു സംഭവം മാറിയിട്ടുണ്ട്. ഈ കേസിൽ ഒന്നാം പ്രതി ഡോക്ടർ റാമാണ്, 2ാം പ്രതി സംഗീത നമ്പ്യാറാണ്. സംഗീത നമ്പ്യാർക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. റാമിന് കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി, സുപ്രീം കോടതി ഈ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതായത് കൂടുതൽ പരാതികൾ റാമിനെതിരെ വിദ്യാർത്ഥികളിൽ നിന്നുമുണ്ട്. ജാതീയ അധിക്ഷേപം നടത്തി തുടങ്ങി ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുത്, അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി പോലും ഇദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി തള്ളുന്ന സാഹചര്യമുണ്ടായത്. പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന് കൃത്യമായ കാരണങ്ങൾ ബോധ്യപ്പെടുത്തി വേണം അറസ്റ്റ് ചെയ്യാനെന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ആ നിർദ്ദേശമാണ് ക്രൈംബ്രാഞ്ച് പാലിക്കാതെ ഉള്ള ഒരു അറസ്റ്റ് നടത്തിയത്. ഏതായാലും ഇവരുടെ കുടുംബം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ബലമായി തന്നെ തള്ളി മാറ്റിയാണ് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തതെന്ന ഭാര്യ ദിൽന, റാമിന്റെ ഭാര്യ ദിൽന ആരോപിക്കുന്ന സാഹചര്യം ഉണ്ടായി. അഭിഭാഷകരും ഒക്കെ ഉള്ള സമയത്തായിരുന്നു ഇങ്ങനെ റാമിനെ ബലമായി പിടിച്ചു കൊണ്ടുപോയത്. ഏതായാലും ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നോട്ടീസ് നൽകി ഒരു വിട്ടയക്കുന്ന സാഹചര്യമാണ് ഇന്നലെ രാത്രി കണ്ടത്. ഏതായാലും ഇനി ഇന്നോ നാളെയോ വീണ്ടും ഡോക്ടർ റാം ഇതേ ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ ഹാജരാകും, മൊഴി രേഖപ്പെടുത്തും. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കോടതിയിൽ ഹാജരാക്കും. ഇനി കോടതി ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. ഇദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുമോ അതല്ല കോടതിയിൽ നിന്നും ജാമ്യം നൽകി വിട്ടയക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും പോലീസ് ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുമെന്നാണ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. അത്തരം നടപടികളിലേക്ക് പോലീസും കടക്കും. ഏതായാലും ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ്. ആ പ്രതിയെ പിടികൂടുന്നതിലാണ് ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുള്ളത്. കുടുംബം വലിയ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കുടുംബം നേരിട്ട് കണ്ടിരുന്നു. ഈ കേസിൽ അന്വേഷണം കൃത്യമായി വേണം, കൂടുതൽ ആളുകൾ, അതായത്
ഈ നിതിനെ ഈ പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നിന്നും മാനസിക സമ്മർദ്ദത്തിനിടയാക്കിയ ആളുകൾക്കെതിരെയും കേസെടുക്കണം, മുഴുവൻ പേർക്കെതിരെയും കേസെടുക്കണമെന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. ഏതായാലും ഏപ്രിൽ 10-നാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ 3-ാം നിലയിലെ കെട്ടിടത്തിൽ നിന്നും ചാടി നിതിൻ രാജ് ജീവനൊടുക്കുന്നത്. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷമാണ് ആ കേസിലെ ഒരു 1-ാം പ്രതിയെ പിടികൂടുന്നത്. ഇതിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് 4 പേരെ നോയിഡയിൽ നിന്നും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റ് ഒരു തരത്തിലുള്ള അന്വേഷണവും മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് റാമിനെ പിടികൂടാൻ ആന്ധ്രാപ്രദേശിലൊക്കെ ക്രൈംബ്രാഞ്ച് സംഘം നേരത്തെ പോയിരുന്നെങ്കിലും അവിടെ ഒരു പ്രാദേശിക പാർട്ടിയുടെ സഹായം റാമിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ ഫോൺ ഈ ഒരു കാലയളവിൽ ഒന്നും ഉപയോഗിച്ചു വരുന്നില്ല. അത് വലിയ വെല്ലുവിളി അന്വേഷണത്തിന് ഉണ്ടായി, ഈ റാമിനെ പിടികൂടുന്നതിലുണ്ടായി. പിന്നീട് ഇപ്പോൾ കർണാടകയിലേക്ക് കടന്ന റാം കുടകിൽ നിന്നാണ് പിടിയിലാകുന്നത്. അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പിടിയിലായെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ കോടതിയിൽ ഹാജരാകാനായി എത്തുന്നതിനിടയിലാണ് തന്നെ അറസ്റ്റ് ചെയ്തതെന്ന റാമിൻ്റെ അഭിഭാഷകനും റാമും ഇത്തരത്തിൽ പറയുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഈ കേസിൽ ഇനി വളരെ നിർണായകമാവുക റാം വീണ്ടും ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായി കോടതിയിൽ ഹാജരാക്കുന്നതിന് ശേഷം കോടതി ഇതിൽ എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ്. അത് ഏതായാലും നാളെ ആയിരിക്കും റാം ഹാജരാവുക. മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം നാളെ ഉച്ചയോടുകൂടി തന്നെ വീണ്ടും അതേ കോടതിയിൽ, തലശ്ശേരിയിലെ ഇന്നലെ ഹാജരാക്കിയ അതേ കോടതിയിൽ തന്നെ റാമിനെ ഹാജരാക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.